നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഓർമ്മച്ചുരുളിൻ്റെ 13-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതം വെച്ച് നീട്ടുന്നത് നീതിയോടെയോ? ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു ദുരൂഹത തോന്നാറുണ്ട്. ഒരു കാര്യവും നമ്മുടെ കയ്യിലല്ല, നമുക്ക് നിയന്ത്രിക്കാനും പറ്റുകയില്ല. നമ്മൾ കേട്ട് പരിചയിച്ച കഥകൾക്കൊന്നും പ്രസക്തിയില്ല. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടുമെന്ന ആപ്തവാക്യത്തിലും പ്രസക്തിയുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകും. എൻ്റെ അമ്മച്ചിയുടെ മൂത്ത ചേച്ചിയുടെയും അനിയത്തിയുടെയും ജീവിതം ഞാൻ ചിന്തിക്കുമ്പോൾ അവർ എന്തുമാത്രം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുവെന്ന് ഓർക്കുകയാണ്. രണ്ടുപേരും കടുത്ത ദൈവവിശ്വാസികളായിരുന്നു, നല്ലവരായി മാതൃകാപരമായി ജീവിച്ചിരുന്നവർ. എന്നാൽ ഒരായുസ്സിൽ നേരിടാവുന്ന എല്ലാ ദുഃഖങ്ങളും അവർക്ക് സഹിക്കേണ്ടി വന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ദുരിതം പട്ടിണിയുടെ രൂപത്തിൽ അവരെ അലട്ടിയില്ലെന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഓരോ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ വരുന്നത്? ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിക്കുന്ന സമ്മാനപ്പൊതിയിലെ സമ്മാനങ്ങൾ ഓരോന്നും നാം അനുഭവിക്കുന്നത് പോലെയാണ് ഓരോരുത്തരും ജീവിതത്തിലും അനുഭവിക്കുന്നത്. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. എൻ്റെ സമ്മാനം എനിക്ക് മാത്രമുള്ളതാണ്. എന്തുകൊണ്ട് അടുത്ത് നിൽക്കുന്നവൻ്റെ പൊതിയിലെ സമ്മാനം എനിക്ക് കിട്ടിയില്ല എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. എല്ലാം യാദൃച്ഛികം മാത്രം. നമ്മുടെ ചുറ്റുപാട് നാം ഒന്ന് കണ്ണോടിച്ചാൽ ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ കാണാം. മലയിടിച്ചിലായും ഉരുൾപൊട്ടലായും പ്രളയമായും പകർച്ചവ്യാധികളായും ദുരന്തങ്ങൾ തുടരുന്നു. അതിൻ്റെ ഇരകളാകുന്നവർ അതിനർഹരാണോ? ദുരന്തങ്ങൾക്ക് കാരണഭൂതർ എന്ന് പിന്നീട് നാം കണ്ടുപിടിക്കപ്പെടുന്നവർ സ്വാധീനം കൊണ്ടും കാശുകൊണ്ടും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. രാഷ്ട്രീയക്കാരും സ്വാധീനമുള്ളവരും ധനികരും അവനവൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾ നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തങ്ങളൊക്കെ സമ്മാനിക്കുന്നത് അത് അർഹതപ്പെട്ടവർക്കാണോ? എന്ത് മാനദണ്ഡം വെച്ചാണ് ഓരോരുത്തർക്കും നീതി ലഭിക്കുന്നത്? ആരാണ് രക്ഷകൻ? ആരാണ് നമ്മുടെ അന്തകൻ? നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ദുരന്തങ്ങളിൽ അലയുന്നവരെ സഹായിക്കാൻ തുനിയുന്നവരുടെ നല്ല മനസ്സുകളെ തച്ചുടയ്ക്കുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ നമ്മുടെ ഉള്ള ആന്തിപ്പോകുന്നു. പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരുന്ന ഗുണ്ടാസംഘങ്ങൾ നമ്മളിലെ നന്മയുടെ പ്രതീക്ഷകൾ മുരടിപ്പിക്കുന്നു. ഏത് ദൈവമാണ് ശരിയായ ദൈവം? ആരെയാണ് മുറുകെ പിടിക്കേണ്ടത്? എവിടെയാണ് നമുക്ക് അഭയം? മറ്റുള്ളവരുടെ ദുഃഖം എൻ്റേതായി മാറുന്നത് എങ്ങനെ? എമ്പതി എന്ന വാക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരാൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്വയം അനുഭവിച്ചിരിക്കണം. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുമായി ഇഴുകിച്ചേർന്നാലേ അവരുടെ അനുഭവങ്ങളെ തൊട്ടറിയാൻ സാധിക്കൂ. ദുഃഖം അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്കും മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാകില്ല. ഒരാളുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഞാൻ അവരായി മാറുന്നു. എനിക്ക് ആ സമയം എന്നെ അറിയില്ല, കാരണം ഞാൻ ഇപ്പോൾ അവനാണ് അല്ലെങ്കിൽ അവളാണ്. തൻ്റെ കയ്യിലുള്ളത് മാത്രം കൊടുത്താലും പോരാതെ വന്നു എങ്കിൽ മറ്റുള്ളവരോട് ഇരന്നു വാങ്ങി അവരെ സഹായിക്കുന്ന ആളുകൾ പോലുമുണ്ട്. ഇങ്ങനെ ആകണം എങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരായേ പറ്റൂ. പകയും വിദ്വേഷവും ഇല്ലാതെ ജീവിത സത്യങ്ങൾ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചാൽ അവരവരും മറ്റുള്ളവരും സമൂഹവും ഔന്നത്യത്തിലെത്തും. സ്വയം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരാകാൻ നമുക്ക് ശ്രമിക്കാം. വിജയമന്ത്രം: ഒരുമയോടും സ്നേഹത്തോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും ജീവിക്കുക എന്നതാണ് കുടുംബജീവിത വിജയം. കയ്യിലുള്ള കാശ് വേണ്ടിയിടത്ത് ചിലവാക്കുകയും സഹായം ആവശ്യം ആയവർക്ക് തങ്ങളാലാവും വിധം കൊടുക്കുകയും ചെയ്യാൻ മടിക്കരുത്. എന്നാൽ ദൂർത്തടിച്ച് കളയാതെ നാളത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുകയും വേണം. എൻ്റെ മാതാപിതാക്കൾ അവസാന നിമിഷം വരെ ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിച്ചു. അത് ജീവിതത്തിൽ തീർച്ചയായും ഒരു പ്രചോദനമാണ്. രോഗാവസ്ഥ വന്നപ്പോഴും സഹായത്തിന് ആളെ നിർത്തി എല്ലാ സൗകര്യങ്ങളോടും കൂടി അവർ ജീവിച്ചു. ഒരാളുടെയും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കേണ്ടി വന്നില്ല. കാരണം അവരുടെ ആവശ്യത്തിന് വേണ്ട കാശ് അവർ തന്നെ കരുതിയിരുന്നു. ഇതെല്ലാവർക്കുമുള്ളൊരു ഉപദേശം കൂടിയാണ്. കാശുള്ളവർ പോലും മുൻകരുതലില്ലാതെ ജീവിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവസാനം കഷ്ടപ്പെടുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ നാം കേട്ടറിയണം, കണ്ടറിയണം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടേ അറിയൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടാനും ഓർക്കുമല്ലോ.